നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ കുട്ടികളും മിക്കവാറും തന്നെ LBS ആപ്ലിക്കേഷൻസ് ഒക്കെ നൽകി കാണുമല്ലോ. BSc നഴ്സിംഗിനും BSc പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും കേരളത്തിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം തന്നെ LBS ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻസ് നൽകിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജൂൺ മാസം 15-ാം തീയതി വരെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് നൽകേണ്ട തീയതി വരിക. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ ഫൈനൽ കൺഫർമേഷൻസ് ഒക്കെ നൽകുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വരുന്ന ഓരോ ഘട്ടങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഘട്ടം എന്ന നിലയിൽ നമ്മൾ ഈ 15-ാം തീയതിക്ക് ശേഷം നമ്മൾ അടുത്ത ഘട്ടം എന്ന നിലയിൽ വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഇപ്പോൾ തന്നെ പല കുട്ടികളുടെയും വെരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ വെരിഫിക്കേഷൻസ് ഡൺ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്നുള്ള പറഞ്ഞ് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റിമാർക്സ് കോളത്തിൽ അത് എന്തെങ്കിലും പരിശോധിച്ച സമയത്ത് എന്തെങ്കിലും അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിലോ അല്ലെങ്കിൽ നമ്മൾ എൻറ്റർ ചെയ്ത ഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിമാർക്സ് കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിലാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഫുൾ വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വെരിഫിക്കേഷൻ പ്രോസസ്സിന്റെ സമയത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും മറ്റുള്ള ഡോക്യുമെന്റ്സ് ഡാറ്റാസ് ഇതെല്ലാം തന്നെ അവർ പരിശോധിക്കുകയും അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസരം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കറക്ഷൻ ടൈം ഉണ്ടാവുക. കാരണം എന്തെങ്കിലും റിമാർക്സ് ഉണ്ട്, ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ക്ലാരിറ്റി ഇല്ലാത്തതോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഡേറ്റിലുള്ളതോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും റിമാർക്സ് കാണിക്കും. അത് നമുക്ക് വീണ്ടും മാറ്റി നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കറക്ഷൻ ടൈമിൽ നൽകുക. അപ്പോൾ ഈ ഒരു കറക്ഷൻ ടൈമിൽ നമുക്ക് വീണ്ടും ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഡാറ്റാസ് ഒക്കെ നമുക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു അവസരമാണ് നൽകുക. അപ്പോൾ പല വീഡിയോയിലും ഞാൻ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് ഈ പറയുന്ന NCL സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് പകരം സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് വെക്കുകയോ അല്ലെങ്കിൽ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ കാലാവധി കഴിഞ്ഞ സർട്ടിഫിക്കറ്റുകളോ അല്ലെ കറക്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വെക്കാതെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റിസർവേഷൻ കാറ്റഗറീസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ കറക്ഷൻ ടൈം വേണ്ട വിധം വിനിയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആർക്കെങ്കിലും റിമാർക്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കറക്ഷൻ ടൈമിൽ വീണ്ടും ഓപ്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന തെറ്റ് തിരുത്തുവാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ കറക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇവിടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകൾ ഇടുക. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സമയം നൽകുന്നതാണ്. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഇട്ട് ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ മെയിൻ റാങ്ക് ലിസ്റ്റും ഇടുന്നതായിരിക്കും. അപ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റുകൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഡാറ്റാസ് ഒക്കെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകിയിരിക്കുന്ന മാർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പലപ്പോഴും കേരള സിലബസിൽ പ്രത്യേകിച്ച് 2024 പാസ് ഔട്ട് ആയ കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റാസ് അതായത് മാർക്കുകൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഓൾറെഡി തന്നെ അതിന്റെ ഡാറ്റാ ബേസിൽ നിന്നും അവര് അതിന്റെ മാർക്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ തന്നെ ഈ മാർക്കുകളൊക്കെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഓരോ സബ്ജക്റ്റുകളുടെയും ഇൻഡെക്സ് മാർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോഴും നമുക്ക് 2 രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ജനറൽ ആയിട്ട് നമുക്ക് ആർക്ക് വേണേലും കാണാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എല്ലാ ലിസ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് മെയിൻ വിൻഡോയിൽ അല്ലെ മെയിൻ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊഫൈൽ പേജിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് അകത്ത് കയറുന്ന ആ ഒരു പേജാണ് പ്രൊഫൈൽ പേജ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രൊഫൈൽ പേജിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാമ്പിൾ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മാർക്കുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്കുകൾ അത് ഓരോ കാറ്റഗറി വൈസ് നിങ്ങൾക്ക് റാങ്കുകൾ ഇവിടെ ഡിസ്പ്ലേയിൽ ചെയ്ത് കാണുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻസിന്റെ അകത്തുമുള്ള റാങ്കുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോളേജ് സെലക്ഷൻ ആണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഘട്ടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് നമുക്ക് ഏത് കോളേജുകളും നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. ഏറ്റവും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റിയിൽ വെച്ച് അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന കോളേജുകൾ സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഗവൺമെന്റ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ മിക്സ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഗവൺമെന്റ് വെച്ചതിന് ശേഷം
സെൽഫ് ഫിനാൻസിങ് അല്ല പ്രൈവറ്റ് കോളേജുകൾ, നിങ്ങൾക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും വെക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഏത് സ്ട്രീമുകൾ മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ചില കുട്ടികൾ നഴ്സിംഗ് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്, MLT ആയിരിക്കും സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സുകളും ഏത് കോളേജുകളിലും നിങ്ങൾക്ക് മാറ്റി മറിച്ചൊക്കെ ഈ പറയുന്ന ലിസ്റ്റുകൾ വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇത്രയും കോളേജുകൾ മാത്രമേ വെക്കാവുള്ളൂ എന്നുള്ള നിബന്ധനകളൊന്നുമില്ല. നിങ്ങൾക്ക് ലിസ്റ്റിലുള്ള എല്ലാ കോളേജുകളും നിങ്ങൾക്ക് വെക്കുവാൻ സാധിക്കും എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യമേ നമുക്ക് ട്രയൽ അലോട്ട്മെന്റുകളാണ് ലഭിക്കുക. ഏകദേശം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ട്രയൽ അലോട്ട്മെന്റ് ലഭിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് റഫ് ഐഡിയ കിട്ടുവാനായിട്ടുള്ള മെയിൻ അലോട്ട്മെന്റിന്റെ ഒരു റിഹേഴ്സൽ എന്ന നിലയിൽ മാത്രമായിരിക്കും ഈ ട്രയൽ അലോട്ട്മെന്റുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെന്റിൽ നമുക്ക് വീണ്ടും നിങ്ങൾക്ക് അത് ഫൈനൽ അലോട്ട്മെന്റ് അല്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജുകൾ വീണ്ടും കിട്ടണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പോസിബിലിറ്റിയും ഉണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും ഫൈനലായിട്ട് വീണ്ടും നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനകത്ത് ചേഞ്ചസ് വരുത്താനുള്ള അവസരമാണ് ഈ ഒരു സമയത്ത് നൽകുക. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ LBS തന്നെ തുടരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങൾ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് ടോക്കൺ ഫീ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ ആയിട്ടുള്ള അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ കാറ്റഗറി വിഭാഗത്തിന് 25,000 രൂപയും SC ST OBH അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ അങ്ങനെയുള്ളവർക്ക് 1000 രൂപയുമാണ് ഇവിടെ ടോക്കൺ ഫീ നൽകേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി വിഭാഗത്തിനും OBC വിഭാഗത്തിനും ഈ പറയുന്ന പോലെ സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ 25,000 രൂപയും ഗവൺമെന്റ് കോളേജുകളാണെങ്കിൽ 23,000 രൂപയും ആണ് നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ടോക്കൺ ഫീ നമ്മൾ അടച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി അടുത്തായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വരും. സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സമയത്താണ് ഈ പറയുന്നത് വീണ്ടും നിങ്ങൾക്ക് കോളേജുകൾ മാറാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവുക. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കോളേജിൽ ഹയർ ഓപ്ഷൻ നോക്കുന്ന കുട്ടികൾക്ക് ബെറ്റർ കോളേജുകളിലേക്ക് മാറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി പേയ്മെന്റ് അടച്ച കുട്ടികൾക്ക് വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഒരു കോളേജ് ലഭിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വീണ്ടും ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ടോക്കൺ ഫീ അടച്ച് മുന്നോട്ട് ഫർദർ പ്രൊസീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ 3 അലോട്ട്മെന്റുകൾക്ക് ശേഷമാണ് കോളേജിൽ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയം നൽകുക. ആ ഒരു സമയത്ത് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഡോക്യുമെന്റ്സ് എല്ലാം നൽകി നമ്മൾ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അന്നേരം നമ്മൾ ഫസ്റ്റ് ഇയറിലെ ട്യൂഷൻ ഫീസും നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഘട്ടങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് LBS ഉണ്ടാവുക. അപ്പോൾ 3ാമത്തെ അലോട്ട്മെന്റിൽ കോളേജ് റിപ്പോർട്ടിംഗ് ജോയിനിങ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഓരോ അലോട്ട്മെന്റും സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ എന്നുള്ള രീതിയിലാണ് പരിഗണിക്കപ്പെടുക. ഓരോ ഘട്ടമായിട്ട് ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റുകൾക്ക് ശേഷവും കോളേജ് റിപ്പോർട്ടിംഗ് ടൈം നൽകുന്നതുമായിരിക്കും. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു LBSന്റെ പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓൾറെഡി LBSന്റെ സൈറ്റിൽ കൂടെ ടെന്റേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇട്ടേക്കുന്ന ഷെഡ്യൂൾ പ്രകാരമല്ല മിക്കവാറും തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുക. എന്നാലും ഏകദേശം ഒരു ഐഡിയ കിട്ടുവാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഇതിന്റെ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.